എവിടുന്ന ഇനിയിപ്പോ ആ കുരുക്കളെ കാണുകയാവും. ഏതായാലും ഞമ്മൾ പോയി നോക്കുക പറ്റൂലല്ലോ. നമുക്ക് കിട്ടോളം തേച്ച. അയാള് വലിയ കുരുക്കളാന്നാ കേട്ടത്. അയാൾ പഠിപ്പിച്ചവരൊന്നും മോശമല്ല. ആ കുരുക്കളെ കൊണ്ട് കളരി നമ്മളെ കുട്ടികൾക്ക് കളരി പഠിപ്പിച്ചിട്ടാണോ ആ ചേനത്തൊണ്ടന്മാരെ ഒന്നായിട്ട് നിർത്താന്. എനിക്കുണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ട്. ഒക്കെ നമുക്ക് തിരിച്ച് നമ്മളെ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചണം. ആ നമ്മൾ പോയി നോക്കാം. ആ ഈ വരുന്ന ആളാവൂട്ടാ നമ്മൾ അന്വേഷിക്കണ കരടിക്കൽ കുഞ്ഞു കുരുക്കള്. കുരുക്കളെ നിങ്ങൾ കരടിക്കൽ കുഞ്ഞു കുരുക്കളല്ലേ? എന്താ കാര്യം? അതെ ഞങ്ങളെ കുട്ടികളെ കളരി പഠിപ്പിക്കാൻ വേണ്ടിട്ട് കുരുക്കളൊന്ന് വരണം. അതിന് വേണ്ടിട്ട് കുരുക്കളെ അന്വേഷിച്ച് വന്നതാണ്. അതൊന്നും സാധ്യമല്ല. നിങ്ങൾ അങ്ങനെ പറയില്ലേ? അല്ല ഞങ്ങള് പോയിക്കോളെ. ഞാനൊരു വിഷയം കൊടുക്കുന്ന ആളാണ് വരാം. ആയിക്കോട്ടെ. അല്ല വണ്ടി എന്തെങ്കിലും? വണ്ടിയൊന്നും വേണ്ട, ഞാനൊരു വിഷയം കൂടെ നാളാണ്ട് തരാം. എന്നാ ഞങ്ങളവിടെ കാത്തു നിൽക്കാം. വയറിന് വല്ലാത്തൊരു ഉറപ്പുണ്ടല്ലോ. എന്താ ശിക്ഷ ചെയ്യാ? ഒന്ന് വെളുത്തിരിക്കണ്ടിന്നല്ലോ. എനിക്കുണ്ടല്ലോ ഗുരു. എന്നാ അതിന്റെ സ്ഥലം നോക്കി നമ്മള്. അത് കഴിഞ്ഞാൽ പോവാ. എന്നാ പോവാ. അതൊക്കെ റാത്തായി. ചന്തൊന്ന് കഴുകാനുള്ളപ്പ അനി അവിടുന്നപ്പ ഇവിടെ കിണർ കാണാനുമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഇവിടെ ഒരു വീട് കാണാനുമില്ല, വെള്ളം കിട്ടാനുമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഇതിപ്പോ ഒന്ന് കഴിക്കണല്ലോ. ഇവിടെയാണെങ്കിൽ വെള്ളം കിട്ടാനില്ലല്ലോ. ഒരു പിണ്ടിപ്പിച്ചു ഗുരു കഴിക്കണ്ടേ? കഴുകടം എവിടെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടുമെന്ന് പോയി നോക്കാം. ഇന്നാലേ ഞാൻ പോയി നോക്കാം. ആ വേഗം ചെല്ലോ. ഗുരു ഗുരു ഇവിടെ വെള്ളമുണ്ട്. വരി, കിണറ്റില് വെള്ളമുണ്ട്. മുക്കിയെടുക്കാൻ പാത്രമൊന്നുമില്ല. കിണറ്റിന് വെള്ളം ഉണ്ടോ? എന്നാ വെള്ളമുണ്ട്. എന്നായിക്കോട്ടെ വരി. ഒരു ചന്തി വെള്ളം കണ്ട ആ ശുദ്ധം. ഇതാണ് പരിപാടിയല്ലേ? അതിന് പണിയുണ്ട്. ഗുരു ചന്തി ശിഷ്യൻ ചന്തി കണ്ടാൽ മഹാശുദ്ധം. അതാ വരണട്ടാ നമ്മളെ കുരുക്കളും ശിഷ്യനും. രണ്ടോ ഉണക്കച്ചുള്ളികളാണല്ലോ, മസിലും ഇല്ലല്ലോ. അത് പഴയ കളരിക്കാരല്ലേ, ചിലപ്പോ മസിൽ ഉള്ളിലാവും. നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് ഇതാണ് കേട്ടോ. ഇയാളോ? അങ്ങോട്ട് കേറിക്കോളൂ. എടുത്തു വെച്ചു. അപ്പോ ഇവിടെ താമസിച്ചോളി. ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് ഇവിടെ എത്തും. അത് മുറവാതെ എത്തിയാ മതി. ഭക്ഷണം ഞാൻ എത്തിച്ചേരാം. കളരി നാളെ തന്നെ തുടങ്ങാൻ പോകാം. ഓ അതൊക്കെ നാളെ തന്നെ തുടങ്ങാം. അല്ല കാരണവല്ല ഒറ്റക്കണ്ടി തറവാട്ടരെ നമ്മക്കിത് എന്തൊക്കെയോ ഗൂഢാലോചന ഉണ്ടാക്കണ്ടല്ലോ. ആഹാ അങ്ങനെ ഉണ്ടോ? എന്താപ്പത്? അത് വേറെ ഒന്നല്ല, അത് വേറെ വലിയൊരു കളരിക്കാരനെ കൊടുന്നാണ്ടേ അതുപോലെ തറവാട്ടിലെ കുട്ടികളൊക്കെ കളരിപ്പിച്ചുള്ള പരിപാടി. അതാ ഞാൻ കേട്ടത്. ആഹാ അങ്ങനൊക്കെ നടക്കുന്നുണ്ടോ? അങ്ങനൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഞാനും കേട്ടത്. ആഹാ അങ്ങനെ ഒരു കളരി അവിടെ നടക്കരുത്. ഇന്ന് രാത്രി തന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ കുരുക്കൾ അവിടുന്ന് ഓടിക്കണം. അങ്ങനൊക്കെ ഉണ്ടെങ്കിലേ അത് നമ്മൾ നിർത്തണം. അല്ലെങ്കിൽ ഭീഷണിയാണ് നമുക്ക്. ആ കാര്യം ഞാൻ നിങ്ങളെ രണ്ടാളെ ഏൽപ്പിക്കാൻ.
ഞങ്ങൾ രണ്ടാൾ മാത്രം പോരാ കാരണം പോയിട്ട് വരും. ഞാനും പോരാ. കുരുക്കളെ കുരുക്കളെ എന്തോ കേസ് എന്താ? അതെ കുരുക്കളെ, ആ ചേനത്തണ്ണൻ തറവാട്ടേര് നിങ്ങളെ ഇവിടുന്ന് അടിച്ചു ഓടിക്കാൻ വരുന്നുണ്ട്. അവര് 10 ആളെ വന്നാലും ഞാൻ ചൂടാണ് വരുമ്പോ വെക്കും. അവരെന്നെ അറിയാം. ഗുരു തല്ലുറപ്പായി തടിയെടുക്കല്ലേ. അടി വരുമ്പോഴേക്ക് നമ്മൾ തടിയെടുക്കാം. ആ അത് വരണേ കുരുക്കളെ തടി വന്ന് കുരുക്കൾ ഒപ്പിക്കോളി. അല്ല കുരുക്കളെ, നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങൾക്ക് എത്ര ആള് വന്നാലും ഏറൂലെന്ന് എല്ലാരും മണ്ടിച്ചെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തേ ഇത് പറ്റി? ചൂണ്ടാണി വെല്ലം കൊണ്ട് നിർത്തും പറഞ്ഞില്ലല്ലോ നിങ്ങള്. ഇന്ന് താഴത്ത് വെച്ചാലേ ഇത് ചുമട എടുക്കാൻ പറ്റുള്ളൂ.